ഈശോയിൽ സ്നേഹമുള്ളവരെ, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിശക്തമാണ് ഈ പ്രാർത്ഥന. സാത്താനെ അന്ധനാക്കുന്ന ഐക്യ പ്രാർത്ഥനയാണിത്. പൈശാചിക സ്വാധീനമുള്ള ഭവനങ്ങളിലും വ്യക്തികളിലും സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലിയാൽ അവിടെ നിന്ന് തിന്മയുടെ ശക്തികൾ വിട്ടൊഴിഞ്ഞു പൊയ്ക്കൊള്ളും. നിങ്ങൾ കുറഞ്ഞത് ഒരു 3 തവണയെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലണം. ഇതിൻ്റെ ഇംഗ്ലീഷ് പ്രെയർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് ഉപകരിക്കുമല്ലോ. അതോടൊപ്പം തന്നെ സാത്താനെ അന്ധനാക്കുന്ന ഒരു ജപമാല പ്രാർത്ഥന കൂടി ഇതോടൊപ്പമുണ്ട്. അതേക്കുറിച്ച് ഈ ജപമാല പ്രാർത്ഥന തന്നെയായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ്. ഫ്ലെയിം ഓഫ് ലവ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ പറഞ്ഞത് ഇങ്ങനെയാ: ഈ പ്രാർത്ഥന നിങ്ങളുടെ കൈകളിലെ ഒരു ഉപകരണമാണ്. എന്നോട് സഹകരിക്കുന്നതിലൂടെ സാത്താൻ അന്ധനാകും. അവൻ്റെ അന്ധത നിമിത്തം ആത്മാക്കൾ പാപത്തിലേക്ക് നയിക്കപ്പെടുകയില്ല എന്നാണ് യേശു 1962 മെയ് 4 പറഞ്ഞതായി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രാർത്ഥന 1973 പോപ്പ് പോൾ 6 ഔദ്യോഗികമായി അംഗീകരിച്ചതും പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആശീർവാദം ലഭിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ പ്രാർത്ഥന സഭ അംഗീകരിച്ചൊരു പ്രാർത്ഥനയാണ്. സാത്താനെ അന്ധനാക്കുന്ന ഐക്യ പ്രാർത്ഥനയും അതുപോലെ തന്നെ സാത്താനെ അന്ധനാക്കുന്ന ഫ്ലെയിം ഓഫ് ലവ് റോസറി, അതായത് സ്നേഹത്തിൻ്റെ ജ്വാലയുടെ ജപമാല എന്ന പ്രാർത്ഥനയും. ചെറിയ പ്രാർത്ഥനയാണ്. സാധിക്കുന്നവരൊക്കെ ഇത് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുക. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ, നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ, നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ഈ പ്രാർത്ഥനയുടെ ഉത്ഭവത്തെക്കുറിച്ചുകൂടി ഞാൻ നിങ്ങളോടൊന്ന് പറയാം. സാത്താനെ അന്ധനാക്കുന്ന ഈ പ്രാർത്ഥന ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. 1985 യൂറോപ്പിൽ ജീവിച്ചിരുന്ന എലിസബത്ത് കിൻഡൽമാൻ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന 13 കുട്ടികളുടെ അമ്മയായ ഒരു കുടുംബിനിയാണ്. അവരുടെ ജീവിത സായാഹ്നത്തിൽ ലഭിച്ച ആത്മീയ അനുഭവങ്ങൾ ഫ്ലെയിം ഓഫ് ലവ് എന്ന പേരിൽ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിലാണ് ഈ പ്രാർത്ഥന അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൂതോച്ചാടന രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ആഗോളതലത്തിൽ തന്നെയുള്ള അനേകം വൈദികര് കേരളത്തിലെ ചില പ്രധാന ധ്യാന കേന്ദ്രങ്ങളിലും ഈ പ്രാർത്ഥനാ രീതി പിന്തുടരുകയും വലിയ വിടുതൽ അനുഭവങ്ങൾക്ക് സാക്ഷി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം ഓഫ് ലവ് റോസറിയുടെയും അതുപോലെ സാത്താനെ അന്ധനാക്കുന്ന ഐക്യ പ്രാർത്ഥനയുടെയും ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇടവകകളെയും കുടുംബങ്ങളെയും ജീവിതത്തെയും കൃപയുടെ ശക്തിയാൽ യേശുവാൽ നിറഞ്ഞതാക്കുക എന്നതാണ് ഫ്ലെയിം ഓഫ് ലവിൻ്റെ ഭക്തിയുടെ പ്രഭാവം. നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുമുള്ള സമൂഹങ്ങളിലും സാത്താൻ്റെ സ്വാധീനം ഈ പ്രാർത്ഥന വഴി തകർക്കപ്പെടും. സാത്താൻ്റെ അന്ധമായ സ്വാധീനത്തിൽ നിന്ന് മോചിതരായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും സുവിശേഷവും രക്ഷയുടെ വഴിയും കൂടുതൽ തുറന്നു ലഭിക്കും. പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ ജ്വാലയിലൂടെ
സാത്താനെ അന്ധനാക്കുമെന്ന് അവർ ലേഡി വാഗ്ദാനം ചെയ്യുന്നു. വാസ്തവത്തിൽ ഇതാണ് ഈ കൃപയുടെ അടിസ്ഥാന ലക്ഷ്യം. സ്നേഹത്തിൻ്റെ ജ്വാലയുടെ കൃപയുടെ പ്രഭാവം എല്ലാ മനുഷ്യരാശിയിലും വ്യാപിപ്പിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. അതിനാൽ പരിശുദ്ധ അമ്മയോട് ഫ്ലെയിം ഓഫ് ലവ് റോസറി പ്രാർത്ഥനയിലൂടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നത് സാത്താൻ്റെ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഉപകരിക്കും. യേശുവും മറിയവും സ്നേഹത്തിൻ്റെ ജ്വാലയ്ക്ക് തുടക്കമിട്ട സെക്കുലർ കർമ്മലീത്തും 6 കുട്ടികളുടെ വിധവയുമായ അമ്മ എലിസബത്ത് കിൻഡൽമാൻ സാത്താൻ അന്ധനായി കാണുന്നതിൻ്റെ ചില അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരവസരത്തിൽ അവൾ പറയുന്നത് കേൾക്കാൻ സാത്താനോടവൾ കൽപ്പിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു അത്. അതിലുപരിയായി മറ്റൊരവസരത്തിൽ ഉത്തരവുകളൊന്നും ലഭിക്കാത്തതിനാൽ എല്ലാ ചെറിയ പിശാചുക്കൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്തതായി അവൾ കണ്ടു. അവരുടെ പ്രാർത്ഥന മൂലം അന്ധനായി പോയ പിശാചിൻ്റെ തലവന് പിന്നീട് ഒന്നും പറയാനില്ലായിരുന്നു എന്ന് അവർ രേഖപ്പെടുത്തുന്നുണ്ട്.